ഇന്നത്തെ കാലിഗ്രാഫി മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നതാണ്. അത് എഴുതി നല്ല ഫ്രെയിമൊക്കെ ചെയ്താൽ സൂപ്പറായിരിക്കും. നമുക്കേതായാലും എഴുത്തിലേക്ക് കിടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മുടെ വീടുകളിലൊക്കെ അതിൻ്റെ നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് മെയിൻ ഡോറിൻ്റെ മുകളിലൊക്കെ വെക്കുന്ന, പൊതുവേ മിക്കവരും വെക്കുന്ന മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നൊക്കെ കാണുന്നില്ല. അധിക പേർക്കും സ്വന്തം കഴിവനുസരിച്ച് എഴുതി അത് വെക്കുന്നതിൻ്റെ ഒരു സന്തോഷം, സുഖം വേറെ തന്നെയാണ്. അക്ഷരങ്ങൾ അല്ലെങ്കിൽ കാലിഗ്രാഫി പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും അതിനോട് താല്പര്യമുള്ള ഒരല്പമെങ്കിലും കഴിവുള്ള ഏതൊരാളും ആഗ്രഹിക്കുന്ന കാര്യമാണ് സ്വന്തം വർക്ക് അവരുടെ വീട്ടിൽ വെക്കുക, മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആവശ്യാനുസരണം ചെയ്തു കൊടുക്കുക എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഏതായാലും ഒന്ന് അത്തരം ആഗ്രഹം ഉള്ളവർക്കൊരു സഹായമാകുമല്ലോ. ഏതായാലും അക്ഷരങ്ങൾ പഠിക്കാത്തവർ, ബേസിക് കാലിഗ്രാഫി പഠിക്കാത്തവർ പഠിക്കാൻ ശ്രമിക്കുക, എങ്കിൽ അവരുടെ വർക്ക് ഒന്നുകൂടി ബെറ്ററാവും. അപ്പോൾ ഇന്നിവിടെ എഴുതാൻ ഉദ്ദേശിക്കുന്നത് സുലുസ് സ്ക്രിപ്റ്റിൽ എങ്ങനെയാണ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് എഴുതുന്നത് നോക്കാം. ഞാൻ എഴുതാൻ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് ഇങ്ക് ഉപയോഗിച്ച് എഴുതുന്നത്. കലം ഹാൻഡം കലം അതാണ് ഉപയോഗിക്കുന്നത്. 5mm കലമാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം ലെങ്ത്തിൽ മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് എഴുതുന്നത് A3 സൈസിലേക്കുള്ള, കാരണം അത്ര ലെങ്ത് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഏതായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഞങ്ങൾ പരമാവധി ട്രൈ ചെയ്യുക. കലമ കൊണ്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു ഫ്ലോയിൽ കിട്ടുക. ബ്രഷും മാർക്കറൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കലമ കൊണ്ട് എഴുതുന്ന ആ ഒരു ഭംഗി കിട്ടില്ല. കലമ കൊണ്ട് എഴുതി പഠിച്ചാൽ നമുക്ക് മറ്റുള്ള ബ്രഷോ മാർക്കർ പോലെയുള്ള സംഭവങ്ങളെ ആശ്രയിക്കേണ്ടി വരില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ ആ ചെറിയൊരു രൂപരേഖ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ രീതിയിൽ ആ വിരുദ്ധാക്ഷരങ്ങളൊന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ്, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, ആ രീതിയിലൊക്കെ ഉള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ട്. പഠിച്ചാൽ മാത്രമേ കാലിഗ്രാഫി നമുക്ക് കൃത്യമായി ചെയ്യാൻ കഴിയൂ. പലരുടെയും വീഡിയോ നോക്കിക്കൊണ്ട് ചെയ്യാൻ കഴിയും. നമ്മൾ എങ്ങനെയാണ്, എവിടെ നിന്നാണ്, എത്ര ആംഗിളിൽ ചിരിക്കുന്നു, അതൊക്കെ മനസ്സിലാക്കാനുണ്ട്. സീനൊക്കെ എഴുതുമ്പോൾ ഫസ്റ്റ് പാർട്ട് എത്ര ചിരിക്കണം, എത്ര കൊണ്ടുവരാണ്ട് താഴേക്ക്, ഇതൊക്കെ മനസ്സിലാക്കാനുണ്ട്. ഏറ്റവും സിമ്പിളാണെന്ന് കരുതപ്പെടുന്ന അക്ഷരമാണ് അലിഫ്. അത് പഠിച്ചവർക്ക്, എഴുതി നോക്കിയവർക്കറിയാം അലിഫിൻ്റെ പ്രയാസം എത്ര ഉണ്ട്. ഏവർക്കും മിക്കവർക്കും എഴുതാൻ പ്രയാസമുള്ളൊരു കാര്യമാണ് അള്ളാഹു എന്നുള്ളത്. അള്ളാഹു എഴുതുന്നതെന്ന് ശ്രദ്ധിക്കാം. തീരെ അറിയാത്തവർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇവിടെ മുകളിലേക്ക് ഇങ്ങനെ പോയി ഇവിടെ ഏകദേശം ഒരു നുക്കത്തയുടെ സ്പേസ് ഉണ്ടാവും ഈ നമ്മൾ എഴുതുന്ന കലമിൻ്റെ. തുടർന്ന്
ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടത്തേക്ക് എത്താം. ശേഷം ഇവിടെ നിന്നാണ് ഇങ്ങനെ പോകുന്നത്. തുടർന്ന് അവിടുന്ന് ചില ഭാഗങ്ങൾ നമുക്കൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാനുണ്ടാവും, ഒരു ഭംഗി കൂട്ടാൻ വേണ്ടി. ഈ തൊപ്പി പോലുള്ള ഭാഗത്തിന് ഹില്യ എന്ന് പറയും. മാഷാ അല്ലാഹ് ആയിട്ടുണ്ട്. അതിൻ്റെ നുക്തകളും ഹർക്കത്തും തഷ്കീലാത്തുകൾ ചിഹ്നങ്ങളൊക്കെ ഇടാനുണ്ടാവും. ഈ ഭാഗം നമ്മൾ റാ മുർസലിൻ്റെ ഒക്കെ അവസാന ഭാഗം ചെയ്യുമ്പോൾ പഠിച്ചവർക്കറിയുണ്ടാവും, ആ രീതിയിലാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് അലിഫ് സാധാ സ്ട്രൈറ്റ് ആയിട്ടാണ് ചെയ്യൽ. വെറുതെ ഒന്നൊരു മോഡൽ എത്തിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. ഇങ്ങനെ ചെയ്തു. ഈ രീതിയിൽ ഇതിനും അലിഫിനൊക്കെ ഇട്ടതുപോലെ തന്നെ ഹില്യ. ഈ ഭാഗത്തും ഹില്യ വരും. റാഫ്. ഇതിൻ്റെ ഈ തലഭാഗം നന്നായി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ശരിയാവുകയുള്ളൂ. കണക്ഷൻ വരുമ്പോൾ ഇവിടുന്ന് അല്പം താഴേക്ക് ഇറങ്ങി വന്നിട്ടാണ് ഇവിടെ അവസാനിക്കുന്നത്. പിന്നെ മുകളിലേക്കുള്ള കണക്ഷൻ എടുക്കുകയാണ്. ബേസിക് ചെയ്തവർക്ക് എളുപ്പമാണിത്. അല്ലാത്തവർക്ക് എന്താണ് ഞൊക്കത്ത, എന്താണ് സെക്കൻഡ് സ്ട്രോക്ക്, ഫസ്റ്റ് സ്ട്രോക്ക് ഒന്നും മനസ്സിലാവില്ല. ഓരോ അക്ഷരത്തിനും കൃത്യമായ അളവുകളൊക്കെ ഉണ്ട്. അതനുസരിച്ച് ചെയ്താൽ മാത്രമാണ് നമുക്ക് വർക്ക് ബെറ്റർ ആവുക. അല്ലാത്ത എത്ര കാലം ചെയ്യുന്നോ ആ ഒരു മാറ്റം കാണില്ല. നമ്മൾ ഇഷ്ടപ്രകാരം ചെയ്യാമെന്നല്ലാതെ കൃത്യമായ അളവുകൾ, എവിടെയൊക്കെ നീളം കൂട്ടാം, അല്ലെങ്കിൽ എത്ര പാടില്ല, ഇത്ര ചെയ്യാൻ പറ്റും എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇത് പഠിച്ചിരിക്കുക തന്നെയാണ്. ഒരു അധ്യാപകൻ്റെ കീഴിൽ പഠിച്ചാൽ മാത്രമേ നടക്കൂ. നമ്മൾ സാധാ പേനയോട് എഴുതുന്ന പോലെയല്ല. പേനയോടാകുമ്പോൾ നമുക്ക് പേന എടുക്കാതെ എഴുതാൻ പറ്റും. കാലിഗ്രാഫി എന്നുള്ളത് അങ്ങനെയല്ല. ഈ രീതിയിലാണ് ഇങ്ക് ഡിപ്പ് ചെയ്ത് എടുത്ത് ആവശ്യമായ ഇങ്കുകൾ മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന. ഇങ്ങനെയുള്ളൊരു ബൗളിൽ ലിക്ക എന്നൊരു സിൽക്ക് ത്രെഡ് ഉണ്ടാവും. ലിക്ക എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഇങ്ക് ഉണ്ടാകും, ഇതിനാവശ്യമുള്ളത് ചെരിച്ചതിനെ അറിയാണമെന്നില്ല ഇതിൽ. അങ്ങനെ കുറേ ഗുണങ്ങളൊക്കെ, പല കാര്യങ്ങളും പഠിക്കാനുണ്ട് ഇതിൻ്റെ പിറകിൽ. ഇതൊക്കെ വരുന്നവർക്കാണത് ഉപകാരപ്പെടാം. ഈ ലാം ചെയ്തതുപോലെ തന്നെ ഇതിനേക്കാൾ കുറച്ചും കൂടി സ്പേസ് ഇവിടെ ചെയ്യുന്നുണ്ട്.
ഹില്യ ഇവിടെയും വരും. തൊപ്പി പോലുള്ള ഭാഗത്തിനാണ് ഹില്യ എന്ന് പറയുന്നത്. സുലുസിൽ എല്ലാ അക്ഷരങ്ങൾ അലിഫ് പോലുള്ള അലിഫ്, ഇപ്പോൾ ലാം അലിഫ് അങ്ങനെയുള്ള അക്ഷരങ്ങൾക്കൊക്കെ വാഇൻ്റെ ഭാഗത്തൊക്കെ ഹില്യ വരും. നസ്ഖിൽ അലിഫിന് വരുന്നു. രണ്ടും രണ്ട് തലങ്ങളിലാണ്. ചില അക്ഷരങ്ങൾ സാമ്യമുണ്ട് എങ്കിൽ പോലും അതിൻ്റെ അളവുകൾ വ്യത്യാസമുണ്ട്. ഏകദേശമായി. അല്ലാഹു എന്നുള്ളത് ഒന്നുകൂടി ശ്രദ്ധിക്കാം. സ്റ്റാർട്ട് ചെയ്ത് ഈ രീതിയിൽ മുകളിലേക്ക് പോകുന്നു. തിരിച്ചു വന്നു. നമ്മൾ എഴുതി ശരിയാവലാണ്. ഒറ്റ നോട്ടത്തിലാവില്ല എന്ന് കരുതിയ കലമിനെ ഉപേക്ഷിച്ച് ബ്രഷിലേക്ക് മാർക്കറിലേക്ക് മടങ്ങരുത്. പലപ്പോഴും എഴുതാൻ ഷാർപ്നെസ് ഒരിക്കലും ഉണ്ടാവില്ല. ബ്രഷോട് കിട്ടണമെന്നില്ല. ചെയ്യുന്നവരുണ്ടാവും, പക്ഷെ ഈ കലമിൻ്റെ ആ ഒരു സുഖം വേറെ തന്നെയാണ്. കുറേ ഇതിൻ്റെ നുക്തകളും അതൊക്കെ നമുക്ക് കളറ് മാറ്റി ചെയ്യാമെന്ന് കരുതുന്നു. റെഡ് കളറ് വെച്ച് ചെയ്താലോ എന്ന് ചിന്തിക്കുന്നു. നോക്കാൻ ഭംഗി ഉണ്ടാവുമായിരിക്കും. ഇതാണ് ലിക്ക എന്ന സംഭവം. ഇതിലേക്ക് ബ്ലാക്ക് ഉപയോഗിക്കും ബ്ലാക്ക് കളർ, റെഡ് ഉപയോഗിക്കുമ്പോൾ റെഡ് കളർ, ആ രീതിയിലാണ് കിട്ടുന്നത്. ഒരു ദിവസം എഴുതാൻ അതിന് അല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നു, സ്മൂത്തായി കിട്ടാൻ വേണ്ടിയാണ്. നമുക്കിവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. മാഷാഅല്ലാഹ് ഷീൻ്റെ പുള്ളിയാണ് ആദ്യം ചെയ്യുന്നത്. ഇനി വരുന്നത് തൂവത്തിൽ അഖവത്തിൻ്റെ അവിടെയാണ്. ഇനി വരുന്നുണ്ട് 2 പുള്ളി. ബാഇൻ്റെ ഒരു പുള്ളി കൂടി ട്രൈ ചെയ്യാം. താല്പര്യമുള്ളവർക്ക് ഒന്ന് എഴുതി നോക്കാം. അതിൻ്റെ ഹർക്കത്തുകൾ എഴുതാൻ 2mm കലം ഉപയോഗിക്കുന്നു. ബ്ലാക്ക് കൊണ്ട് തന്നെ ചെയ്യാനാണ്. മാഷാഅല്ലാഹ് ഇല്ല എന്നതിൻ്റെ ആ അലിഫിനെ താഴെ ഹംസ ചേർത്ത്
നമുക്ക് ചിഹ്നങ്ങൾ ചേർത്ത് കൊടുക്കാം. എക്സ്ട്രാ വരുന്ന ചിഹ്നങ്ങളൊക്കെ ഒന്ന് ഭംഗി കൂട്ടാൻ, അതിൻ്റെ വിടവുകളൊക്കെ ആ സ്പേസൊക്കെ നികത്തൽ, ഒന്ന് ഭംഗി കൂട്ടൽ എന്നൊക്കെ ലക്ഷ്യമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുന്നതുകൊണ്ട്. മീമിൻ്റെ മുകളിൽ ചെറിയൊരു മീൻ കൊണ്ടുവെക്കുന്നു. ഇതിങ്ങനെയുള്ള ചിഹ്നങ്ങൾ കൊണ്ട് ഭംഗി കൂട്ടുന്നു. അള്ളാഹുവിൻ്റെ ഈ ഹാഇന് മുകളിൽ ചെറിയൊരു ഹാ പൊതുവെ കാണാറുണ്ട്. മാഷാ അല്ലാഹ്, ലാ ഖുവത ഇല്ലാ ബില്ലാഹ് ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ബിസ്മി കൂടി എഴുതാനാണ് ആഗ്രഹിക്കുന്നത്. നസ്ഖിൽ ഒരു ബിസ്മി എഴുതിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എടുത്തില്ല, ഹർക്കത്തുകൾ ഇടയെന്ന് എഴുതിയത് 2 mm കലം കൊണ്ടും 0.1 mm കലമോ മെറ്റലിൻ്റെ കലമോ കൊണ്ട് അതിൻ്റെ ഹർക്കത്തുകളൊക്കെ ഇടുന്നത്. അൽഹംദുലില്ലാഹ്, ബിസ്മിയും മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ഇത് രണ്ടും ആയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ബേസിക് കോഴ്സൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർ ഇതിനു വേണ്ടി ഇറങ്ങാം. കലമ കൊണ്ട് തന്നെ പരമാവധി എഴുതാൻ ശ്രമിക്കുക. ആരുടെങ്കിലും ഒരു കീഴിൽ